ഹായ് ഗൈസ്, ചുട്ടമല്ലേ ചുട്ടേ സ്ഥാനേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ വന്ന് രൺബീർ കപൂറും ജൂനിയർ NTR അഭിനയിക്കുന്ന ഒരു പാട്ടാണ്. ഈ പാട്ടിന്റെ ഉറവിടം, അതായത് ഈ പാട്ടുണ്ടായ സിനിമ ദേവരന്റെ കിണ്ണം കാച്ചി ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അത് റിയാക്ട് ചെയ്ത് ബാക്കി നമുക്ക് സംസാരിക്കാം. ചുട്ടമല്ലേ അവർ യഥാർത്ഥത്തിൽ ആരാണ്? കുലവുമില്ല, മതവുമില്ല, ഭയം അതവർക്കറിയില്ല. ധൈര്യമല്ലാതെ മറ്റൊന്നും അറിയാത്ത കണ്ണുകളിൽ മുൻപൊരിക്കലുമില്ലാത്ത ഭയത്തെ അന്ന് കാണാൻ കഴിഞ്ഞു. ആരേതൊക്കെ ഉത്തരവാദി? അതൊരു നീണ്ട കഥയാണ് സർ. രക്തത്തിൽ എഴുതിയ കഥ, ഞങ്ങളുടെ ദേവരയുടെ കഥ. മനുഷ്യന് വേണ്ടത് ജീവിക്കാനുള്ള ധൈര്യം, അല്ലാതെ കൊല്ലാനുള്ള ശക്തിയല്ല. നിങ്ങൾ എന്റെ വാക്ക് ധിക്കരിച്ച് ധൈര്യം കാട്ടാൻ തയ്യാറായാൽ ആ ധൈര്യത്തെ തീർക്കുന്ന ഭീകരനാവും ഞാൻ. നീ ഉള്ളിടത്തോളം കാലം ഈ മലയിൽ നീ പറയുന്നതാണ് വാക്ക് ദേവര. ദേവരയെ കൊല്ലണമെങ്കിൽ ശരിയായ സമയം മാത്രം പോരാ, ശരിയായ ആയുധവും കയ്യിൽ വേണം. എപ്പോ നോക്കിയാലും കൊച്ചു പിള്ളേരെ പോലെ പേടിത്തൊണ്ടനാ. അവൻ എനിക്ക് കെട്ടാൻ കഴിയും. അപ്പൊ നീ മലയുദ്ധത്തിന് ഇറങ്ങുന്നുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞ? അവരെന്നെ ബാക്കി വെക്കൂ. അവന് അവന്റെ അച്ഛന്റെ രൂപം മാത്രമേ ഉള്ളൂ, ധൈര്യം കെട്ടിയിട്ടില്ല. അദ്ദേഹം ഒരു ജോലിക്ക് പോയതാണെങ്കിൽ ജോലി കഴിയുമ്പോൾ ഇവിടെ തിരിച്ചു വരും. ഒരു എടുത്തിയേറ്റക്കാരനായതുകൊണ്ടായിരിക്കും അയാൾ പോയത്. ദേവര കടലിലേക്ക് ഇറങ്ങിയിട്ട് 2 വർഷം തികയുകയാണ്. കണ്ണടച്ചാലും തുറന്നാലും കടലിനടി കണ്ടത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ഭയത്തെ മറന്ന് ഇത്തരം ജോലികൾക്ക് നിങ്ങൾ കടലിലേക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ കണ്ണിൽപ്പെടാത്ത ഭയമായി മാറാൻ പോവുകയാണ്. പാർട്ട് 1 കേട്ടോ. പാർട്ട് 2 വരാനുണ്ട്. ട്രെയിലർ കണ്ടിടത്തോളം ഗംഭീര ട്രെയിലർ ആയിട്ടുണ്ട്. 2 മിനിറ്റ് 40 സെക്കൻഡുള്ള ട്രെയിലറിൽ 300 കോടി ബഡ്ജറ്റിൽ ഇറങ്ങുന്ന പടമായത്. സെപ്റ്റംബർ 27 റിലീസ് ചെയ്യാൻ പോകുന്നത്. RRRന് ശേഷം ജൂനിയർ NTR വരുന്ന സിനിമയത്. ഈ പടം തിയേറ്ററിൽ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതൊരു വമ്പൻ പടമായിട്ട് മാറാനും സാധ്യതയുണ്ട്. എടുത്ത് മേക്കിംഗ് ഒക്കെ കിട്ടുവാണ്. ഒരു മാസ് ആക്ഷൻ ത്രില്ലർ പടമാണ്. അപ്പൊ നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ ഒരു ഹെവി ആയ ഒരു സൂപ്പർ ഹീറോ ഉണ്ട്, നമ്മളെ ജൂനിയർ NTRന്റെ ആയിരിക്കും ആ ഒരു മാസ് ഹീറോ. അതിൽ ഹെവി ആയ ഒരു വില്ലൻ ഉണ്ട്, സെയ്ഫ് അലി ഖാനാണ് വില്ലനായിട്ട് വരുന്നത്. അപ്പം ഇവരെന്തോ ഒരു ദേവര എന്ന് പറയുന്നത് ഇവരുടെ അച്ഛനാണെന്നാണ് തോന്നുന്നത്. അച്ഛനെ കുറിച്ചാണ്. കാരണം ജാൻവി കപൂർ പറയുന്നുണ്ട് മകനെ ആ രൂപം മാത്രമേ ഉള്ളൂ, ആ ധൈര്യമില്ല പറയുന്നുണ്ട്. അപ്പം ഭയങ്കര ധൈര്യവാനായ മാസ് ഹീറോ ആണ് ദേവര, അച്ഛൻ ദേവര. എനിക്കൊന്നും ഇപ്പൊ എല്ലാവരും ഡബിൾ റോളിന്റെ കാലമാണ്. ഇപ്പം ഗോഡിൽ നമ്മൾ കണ്ടത് ഡബിൾ റോളാണ്. ഇപ്പൊ എല്ലാവരും ഡബിൾ റോള് ചെയ്ത് ഗംഭീരാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് തോന്നുന്നു. എന്തായാലും കണ്ടിടത്തോളം ജൂനിയർ NTR ഗംഭീരമായിട്ടുണ്ട്. കടൽ കൊള്ളയെ ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു കഥയാണ് തോന്നുന്നു. അപ്പൊ സെയ്ഫ് അലി ഖാനാ തോന്നി കടൽ കൊള്ളയിൽ മുന്നിൽ നിന്ന് നയിക്കുന്നത്. എന്തായാലും ഇവൻ ദേവരെയും സെയ്ഫ് അലി ഖാനും കൈകോർക്കുന്നത് കാണിക്കുന്നുണ്ട്. സോ ഇനീഷ്യലി അവർ ഫ്രണ്ട്സ് ആയി തുടങ്ങി, പിന്നെ ദേവരനെ ചീറ്റ് ചെയ്ത് കൊല്ലുന്നതായിട്ടായിരിക്കും കഥ ഉണ്ടാവാനുള്ള സാധ്യത. കാരണം 2 വർഷമായി കടലിലോട്ട് പോയി തിരിച്ചെത്തിയില്ല എന്നാണ് പറയുന്നത്. ആ സീനായിരിക്കും നമ്മൾ ലാസ്റ്റ് കാണുന്ന ആ ഒരു തിമിംഗലം ചാടുന്ന ഒരു സംഭവം കാണുന്നുണ്ടല്ലോ. ചിലപ്പോൾ അതായിരിക്കും പുള്ളിക്കാരി 2 വർഷമായി പോയി വരാത്ത ഒരു യജ്ഞം. എന്തായാലും ഗംഭീര മേക്കിംഗ് ആയിട്ടുണ്ട്. കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളും, ആ കടലിന്റെ സീനുകളും, രാത്രിയിലെ ലൈറ്റിങ്ങും, ആ കപ്പലും എല്ലാം കൂടി, ആ ലൈറ്റിംഗ് സംഭവങ്ങളെല്ലാം മേക്കിംഗ് കിട്ടുമായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഒരു എക്സൈറ്റ്മെന്റ് തരുന്നുണ്ട് ട്രെയിലർ. നമ്മളിപ്പോ കാണാത്തൊരു പുതുമയുള്ള കഥയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അച്ഛൻ മരിക്കുന്നു, അച്ഛൻ മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ജീവിച്ചിരിപ്പുണ്ടോ അറിയില്ല. മകൻ വരുന്നു, മകൻ എല്ലാവരും പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞു. നല്ല പേടിത്തൊണ്ടനല്ല, ധൈര്യവാനാണെന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കഥ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്.
അങ്ങനെ ട്രെയിലർ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. ഒരു മാസമായ ഒരു നായകൻ തന്നെയായിരിക്കും. സെയ്ഫ് അലി ഖാൻ അതിശക്തനായ ഒരു വില്ലനായിട്ട് തന്നെയാണ് ട്രെയിലർ കണ്ടിടത്തോളം തോന്നുന്നത്. സെയ്ഫ് അലി ഖാൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആദ്യ പുരുഷിലെ രാവണന്റെ ക്യാരക്ടറാണ്. പടം വളരെ ഫ്ലോപ്പായി പോയെങ്കിലും പുള്ളിക്കാരൻ ഒരു വില്ലനായിട്ടുള്ള ഒരു മുഖം സത്യത്തിൽ അതിൽ തുറന്നു കാണിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു നായകനെക്കാളും ഒരു വില്ലന്റെ ഷെയ്ഡ് കൂടുതലായിട്ടുണ്ട്. പിന്നെ ജാൻവി കപൂർ ജൂനിയർ NTR ഒരുമിച്ചുള്ള പാട്ട് നമ്മള് ട്രെൻഡിങ് ഓടിക്കൊടുക്കുന്നതായി കുറെ ആദ്യം എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെട്ട് ട്രെൻഡിങ്ങിലായിരുന്നു. പിന്നെ കുറെ പേര് ജാൻവി കപൂറും ജൂനിയർ NTR നമ്മൾ ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് കണ്ടു. എന്തായാലും ഇവര് മുന്നേ 90s NTRും അതുപോലെ തന്നെ ശ്രീദേവി ഇവരുടെ ജാൻവി കപൂറിന്റെ അമ്മയും കൂടെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഒരുമിച്ചുള്ള പാട്ടും ഇവരും മിക്സ് ആയിട്ടുള്ള ഈ ചുട്ടമല്ല പാട്ടൊക്കെ മിക്സ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഒരുപാട് തെലുഗു പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷിക്കാനുള്ള ഒരു ദിവസമാണ് സെപ്റ്റംബർ 27. പിന്നെ ഇത് ഡയറക്ടർ കൊരട്ടല ശിവ എന്ന് പറയുന്നത് മിർച്ചി, അതായത് പ്രഭാസിന്റെ മിർച്ചി, അതുപോലെ തന്നെ ജൂനിയർ NTR തന്നെ ജനതാ ഗാരേജ് ഒക്കെ എടുത്ത ഒരു ഡയറക്ടറാണ്. സോ ഈ രണ്ട് പടം എടുത്താലും ഒരു മാസ് ആക്ഷൻ എന്നുള്ള രീതിയിൽ അടിപൊളിയായ പടങ്ങൾ തന്നെയാണ്. സോ ഇത് അടിപൊളിയാവാനുള്ള ഒരു സാധ്യത ഒരുപാടുണ്ട്. ട്രെയിലർ കണ്ടിടത്തോളം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജൂനിയർ NTRും ജാൻവി കപൂറും ഫസ്റ്റ് പെയർ ചെയ്യുന്ന ഒരു പടമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിലുണ്ട്. പിന്നെ സെയ്ഫ് അലി ഖാൻ ആദ്യ പുരുഷന് ശേഷം വില്ലനായിട്ട് വരുന്നു. പിന്നെ എടുത്തു പറയേണ്ട മ്യൂസിക് അത് ഗംഭീര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടുണ്ട്. ആ ഒരു പടത്തിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു നമുക്ക് പൈറേറ്റ്സ് ഓഫ് കരീബിയൻസ് ഒക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത്രയും ഫീലിംഗ് എത്തിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിലും അതിൻ്റെയൊക്കെ ആ ഒരു ഫീലിംഗ് ഉണ്ടാകാൻ മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ട്രെയിലറിന്റെ ഒരു, അതായത് ഈ സിനിമയുടെ ഒരു മേക്കിങ്ങിന്റെ ഭംഗി ട്രെയിലറിൽ കാണുന്നതിന് കൂടെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി മ്യൂസിക് ആയിട്ടുണ്ട് അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കണ്ടിടത്തോളം. ചുട്ടമലയിൽ പാടും അടിപൊളിയാണ്. അപ്പൊ ഇനി എന്തൊക്കെ പാട്ടുകളോ സംഭവങ്ങളൊക്കെയാണ്, ഹെവി ആയിരിക്കോ പടം എന്നുള്ളൊരു വെയിറ്റിംഗ് ഉണ്ട് പടത്തിന്. അപ്പൊ നിങ്ങൾക്ക് ഈ ട്രെയിലറിനെ കുറിച്ച് അഭിപ്രായം, നിങ്ങൾ ജൂനിയർ NTR ഫാൻ ആണോ? എന്തൊക്കെയാണ് ഈ ട്രെയിലറിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം? എന്തൊക്കെ പ്രതീക്ഷകളാണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് ഉള്ളത്? എല്ലാം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അത്രയുള്ള എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ റിയാക്ഷനോ സോഷ്യലൈസേഷൻ നെക്സ്റ്റ് ടൈം ആണ്. അതുവരെ ബൈ ബൈ.